ഹലോ മൈ വേർഡ് മൈ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതൊരു ഹാഫ് ഡേ ഇൻ യുവർ ലൈഫ് ചെയ്യാനാട്ടോ. നമ്മുടെ ഹാഫ് ഡേ ഉള്ളൂ കേട്ടോ കാണിക്കുന്നത്. കുട്ടികൾക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ അവരെ എണീക്കുമ്പോൾ ഉച്ചയാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ഹാഫ് ഡേ ആയിട്ട് കാണിക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ ഒരു ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ മെയിൻ പരിപാടി ആദ്യം ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷമാണ് കിച്ചണിൽ കയറലുള്ളൂ. അപ്പോൾ ഇന്ന് അവർക്ക് സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമാണ് കേട്ടോ. മക്കൾക്ക് സ്കൂളില്ലാത്ത അന്ന് ഒരുപാട് അലങ്കോലമായിട്ടായിരിക്കും കേട്ടോ നമ്മുടെ റൂമൊക്കെ കിടക്കണുണ്ടാവുക. കാരണം എത്ര ഒതുക്കി വെച്ചിട്ടും കാര്യമില്ല. ചെറിയ മോളും പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഒരുത്തനും കൂടിയാൽ പിന്നെ നമ്മുടെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അവരുടെ സ്കൂളില്ല ദിവസങ്ങളിൽ അവർക്ക് ഇവിടെ വൃത്തിയായിട്ട് കാണാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാ പുസ്തകങ്ങളും അതും ഇതൊക്കെ അവിടെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ രാവിലെ തന്നെ ഞാൻ അതൊക്കെ ഒന്ന് ശരിയാക്കി വെക്കായിരുന്നു കേട്ടോ. ഒരാളെ എണീറ്റിട്ടുള്ളൂ, ഉച്ചയായിട്ട് ഒരാളെ എണീറ്റിട്ടുള്ളൂ, രണ്ടാളെ ഇനി എണീക്കാനാണ്. മൂത്ത മോന് ഓൺലൈൻ ക്ലാസ് ഉണ്ടായതുകൊണ്ട് അവനക്ക് എണീറ്റേ പറ്റൂ. സ്കൂളില്ലാത്ത ദിവസം അവർ നല്ല വൈകിട്ടാട്ടോ മക്കളെ എണീക്കുക. അല്ലാത്ത ദിവസം എന്നും 4:45 5 മണിയൊക്കെ ആകുമ്പോഴത്തേന് അവർ എണീറ്റ് പോണതാണല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ വൈകിട്ട് സ്കൂളില്ലാത്ത ദിവസം കിടക്കുക. അപ്പോൾ ഞാൻ അവരെ വൈകിട്ട് വിളിക്കലേ ഉള്ളൂ. സ്കൂളില്ലാത്ത ദിവസം ഞാനും അങ്ങനെയാണ് കേട്ടോ. ഞാനൊന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഒന്നുകൂടെ കിടക്കും. പിന്നെ മക്കൾ എണീക്കുന്ന ടൈമിലൊക്കെയാണ് എണീക്കുക. ഇപ്പോൾ പിന്നെ ഇത്തിരി നേരത്തെ എണീക്കേണ്ടി വരും. മോന് 10ാം ക്ലാസ് ആയതുകൊണ്ട് അവന് ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത്തിരിയും കൂടെ നേരത്തെ എണീക്കേണ്ടി വരും. അപ്പോൾ പഴയ പോലെ അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. അങ്ങനെ ക്ലീനിങ്ങൊക്കെ തീർന്നു കേട്ടോ. ക്ലീനിങ് തീർന്നിട്ടും കാര്യമൊന്നുമില്ല. ഇനി എണീറ്റ് കഴിഞ്ഞാൽ പഴയ അവസ്ഥയിലാക്കും മക്കൾ. പിന്നെ ക്ലീനിങ്ങിന് ശേഷം ഞാനവിടെ ചോറ് വെച്ച്, ഇന്നത്തെ നമുക്ക് സ്പെഷ്യൽ പറയാനൊന്നുമില്ല, ചോറും പിന്നെ ചെമ്മീനും മുരിങ്ങാക്കായും കൂടെ ഇട്ടിട്ടുള്ള ഒരു കറിയും ചെമ്മീൻ ഫ്രൈ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം. ഇനി മക്കൾ എണീറ്റ് കഴിഞ്ഞാൽ അവർ ചോറാണ് കഴിക്കുക, ചായ ഒന്നും കുടിക്കില്ല. ഉച്ചയായല്ലോ. ചെമ്മീന് അങ്ങനെ കുറച്ച് ഉപ്പും മഞ്ഞളും മുളകും ഇട്ടിട്ട് വെച്ചിട്ടുള്ള, ചെറുതായിട്ട് മുളക് ഇട്ടിട്ട് വെച്ചിട്ടുള്ള കേട്ടോ. ചെറിയ മോൾക്കും മോനക്കും കൂടെയാണ്. പിന്നെ അതിന് ശേഷം നമുക്ക് ഒരു ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു, പയർ ഉപ്പേരിയും. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമ്മുടെ മെഷീനിൽ തുണികളൊക്കെ ഇട്ട് അലക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് അങ്ങനെ പുറത്ത് പോയിട്ടൊരു 3-3:30 ആയപ്പോൾ ഒന്ന് പുറത്ത് പോയി കോർണിഷിൻ്റെ അധികാനൊക്കെ ഒന്ന് പോയിട്ട് ഞങ്ങൾ പെട്ടെന്ന് റൂമിൽ തന്നെ തിരിച്ചു വന്നു. പിന്നെ ഇക്കാക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ ഒന്ന് പുറത്തിറങ്ങിയത് കേട്ടോ. നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ. നല്ല കാലാവസ്ഥയാണെങ്കിലും പുറത്ത് നല്ല കാറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പ് കാരണം പിന്നെ ഞങ്ങളങ്ങനെ വല്ലാണ്ട് കോർണിഷിലൊന്നും ഇറങ്ങിയില്ല. തണുപ്പുണ്ടായിരുന്നു, നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് പോന്നു. പിന്നെ രാത്രി എന്തായാലും ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പുറത്തന്നെ പ്രത്യേകിച്ച് പോകേണ്ട ആവശ്യമില്ല. മക്കളുടെ എക്സാമൊക്കെ തീർന്നു. മൂത്ത മോൻ്റെ എക്സാം തീർന്നു. ഇനി അവന് എക്സാം തുടങ്ങണ വരെയൊക്കെ പുറത്തിറങ്ങലൊന്നും ഉണ്ടാവില്ല പറഞ്ഞുകൊണ്ട് അപ്പോൾ ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി. അവന് കുറേ ദിവസമായിട്ട് ഈ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നല്ലോ, എക്സാമും പഠിത്തവും ഒക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അവരൊക്കെ ഒന്ന് പുറത്തിറങ്ങി ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അവനും തന്നെ ഇനിയിപ്പോൾ ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ അവന് പറ്റിയേയില്ല. ഫെബ്രുവരി 14 ഇവിടെ 10th എക്സാം തുടങ്ങും. അപ്പോൾ ഞങ്ങളൊരു മാളിൽ പോകാൻ നിന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് കണ്ടത്. അപ്പോൾ ക്രോസിംഗ് ബ്രിഡ്ജ് കണ്ടപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും അവിടെ ഞങ്ങളെപ്പോഴും കാണുമെങ്കിലും ഞങ്ങൾ അതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ കയറിപ്പോയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഒന്ന് കയറാൻ ആഗ്രഹമായപ്പോൾ ഒന്ന് കയറിയപ്പോഴുള്ള കാഴ്ച കേട്ടോ അത്. പിന്നെ അതിന് ശേഷം ഞങ്ങളങ്ങനെ മാളിൽ പോയി മോളും മോനും കൂടെ അവിടെ ഇങ്ങനെയുള്ള വണ്ടികളിലൊക്കെ ഒന്ന് ഇങ്ങനെ കറങ്ങി. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ. ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ വീക്കെൻഡിലുള്ളത്. വേറെ എവിടെ പോകാനാ. ഞങ്ങൾ പോയ മാള് ദറീൻ മാളാട്ടോ. അത് ഇങ്ങനെ ദമാമിൽ തന്നെ ഉള്ളൊരു ദറീൻ മാളിലാണ് പോയത്. അവിടെ കുട്ടികളുടെ ഒരു പ്ലേ ഏരിയ ഉണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല പുതിയതായിട്ട് പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾ ആദ്യം പോകുമ്പോൾ ഇതുപോലെയൊന്നും അല്ലായിരുന്നു. ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഈ പ്ലേ ഏരിയയുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഓഷ്യൻ തീമിലാണ് കേട്ടോ അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ശരിക്കും ഒരു കടലിൽ പോയിട്ട് പെട്ട പോലെ, കടലിൻ്റെ അടിഭാഗത്തുള്ള കാഴ്ചകളൊക്കെ പോലെ നല്ല രസമായിട്ട്, ഭയങ്കര കൂളായിട്ട്. അതുപോലെ അതിൻ്റെ ചുമരിലൊക്കെ ഇങ്ങനെ തിരമാലകൾ ഇങ്ങനെ ഇളകണ പോലെയൊക്കെയുള്ള ലൈറ്റൊക്കെ കൊടുത്തിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം മക്കൾ അതിലൊക്കെ ഒന്ന് കളിപ്പിച്ച്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചത് അവിടെ നിന്ന് തന്നെ, മാളിൽ തന്നെയാണ് ഫുഡ് കഴിച്ചത് കേട്ടോ. പിന്നെ പുറത്ത് പോയി വേറെ കഴിക്കണ്ടെന്നുള്ളതിൽ അവിടെ മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് തന്നെ കഴിക്കുന്നതാണ് അവിടെ ഒരു രസം കേട്ടോ. നമ്മളെല്ലാവരും കുറേ ആളുകൾ അവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ നമുക്കും അവിടെ ഇരുന്ന് കഴിക്കാൻ തോന്നും അവരുടെ കൂടെ ഇരുന്ന്. ഞങ്ങൾ മേടിച്ചത് പാസ്തയാണ് കേട്ടോ. വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഞങ്ങളുടെ അവിടെ തന്നെ ആ മാളിൽ തന്നെയുള്ളൊരു സാസ്കോലും കൂടെ ഒന്ന് പോയിട്ടോ.
അവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം കുറേ എൻ്റെ ചാനലിൽ ഇങ്ങനെയുള്ള വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിശദമായിട്ട് എടുക്കണം, ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ വിശദമായിട്ട് എടുക്കണ്ടേന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ഭാഗം ഇന്നത്തെ ഒരു ഡേയിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ അതുവരേക്കും എല്ലാവരുടെ അടുത്തും ബൈ.